തലസ്ഥാനം കലസ്ഥാനമാവുകയാണ് നാളെ മുതൽ, അല്ല ഇന്നു മുതൽ. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെയാണ് തുടക്കമാകുന്നത്. രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിൽ നിന്നായി 15,000-ഓളം കലാപ്രതിഭകളാണ് കലോത്സവത്തിന് തലസ്ഥാനത്തേക്ക് എത്തുക. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടക്കും. സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇന്നാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഷീജ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇന്ന് സകല വിവരങ്ങളുമായി എല്ലാ വിശേഷങ്ങളുമായി നമ്മൾ സജീവമായിരിക്കും സ്ക്രീനിൽ. ഷീജയും വിനിഷയും ഉണ്ട് രാവിലെ. ഷീജ, വിനിഷ, ഗുഡ് മോർണിംഗ്. ഹലോ വിനിഷ, എന്നെ കൂടെ ഒന്ന് കണക്ട് ചെയ്യാമോ? ഗുഡ് മോർണിംഗ് അന്ന. ഏതായാലും അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 63ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ആവേശം. അത് തലസ്ഥാനത്ത് ഇതിനകം തന്നെ ആ ആവേശം നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് പറയേണ്ടതില്ല. ഏതായാലും ഇന്നു മുതൽ സമഗ്ര കവറേജുമായി കൈരളി ന്യൂസും ഉണ്ടാകും. പ്രേക്ഷകർക്ക് എല്ലാ വിവരങ്ങളും കൃത്യമായ രീതിയിൽ തന്നെ ആ സമയങ്ങളിൽ തന്നെ അതിന്റെ അപ്ഡേഷൻസ് ലഭിക്കും എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇന്നത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്ന് എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ട്? ഇപ്പോൾ ഷീജ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് എന്നാണ്. ഹായ് വിനിഷ. അതെ, വിനിഷയ്ക്കുള്ള ഹായ് ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്, ഒപ്പം കലാസ്ഥാനത്തേക്ക് കൂടി സ്വാഗതം പറയുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് കലസ്ഥാനം അല്ലേ? തലസ്ഥാനമല്ല, അതിന് പേര് മാറ്റി കഴിഞ്ഞു, കലസ്ഥാനമായിട്ട് മാറ്റി കഴിഞ്ഞു. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്ന് നമ്മൾ പറഞ്ഞു വെക്കണ്ട. പൂർത്തിയായി, ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തുടങ്ങണം. അതെ, നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു വീണ, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം സാധാരണ നമ്മൾ ഈ കലോത്സവത്തിന്റെ കൊടിമര പതാക, ഈ കൊടിമരങ്ങളൊക്കെ സംസ്ഥാന സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങളൊക്കെ കാണുമ്പോൾ പലവിധ കൊടിമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വെറൈറ്റി ആണ് ഇത്തവണത്തെ തിരുവനന്തപുരത്തെ കൊടിമരം. അതെ അതെ, നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ വിനിഷ, ഈ കലോത്സവത്തിന്റെ ലോഗോ ഉണ്ട്. ആ ലോഗോയിൽ ഒരു വീണയുണ്ട്. ആ വീണ അതുപോലെ തന്നെ ഇവിടെ കൊടിമരമാക്കുക എന്നുള്ളതാണ് അവരുടെ ഈ ഒരു ആശയത്തിന് പിന്നിൽ. സാധാരണ ചെയ്തു വെച്ചിട്ടുണ്ട്. നോക്കൂ, സ്ട്രിങ്ങുകൾ വെച്ച് വീണയുടെ അടിപൊളി തെർമോക്കോളിൽ ചെയ്തെടുത്തതാണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അത് ആ രീതിയിൽ അതിന്റെ മാറ്റ് കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ ഒരു വീണയിലായിരിക്കും, തീർത്ത കൊടിമരത്തിലാണ് നാളെ രാവിലെ കൃത്യം 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൊടിയേറ്റം. അതെ അതെ, നമ്മൾ കൊടിയേറി കഴിഞ്ഞു. ഷീജ ചേച്ചിക്ക് വൺ സെറ്റാണ്. ടീമിനെ ഫുൾ ഇറക്കി അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള എല്ലാ റിപ്പോർട്ടേഴ്സിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഈ ടീമിലേക്ക്. കലോത്സവം അതിൻ്റെ ഓരോ ചാരുതയും ഭംഗിയോടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷീജ ചേച്ചി വൺ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഫുൾ ടീം സെറ്റാണ്, വൈബാണ്, പവറാണ്. അതെ അതെ, വിനിഷ എടുത്തൊന്നും ഡെസ്കിൽ ഇരിക്കുകയേ വേണ്ട, ഇവിടെ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടായാൽ മതി എന്നാ പറഞ്ഞേക്കുന്നത്. കൂടെ അന്ന വാർത്ത വായിക്കുന്ന അന്ന അവിടെ ഉണ്ടെങ്കിൽ പോലും അന്നയ്ക്ക് ഇന്നൊരു ചെറിയ കൺസെഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നാളെ മുതൽ കളത്തിലേക്ക് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ടീം ഡെസ്കിൽ നിന്ന്, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഓഫീസിൽ ഡെസ്കിൽ ഉള്ള ആളുകൾക്കും കൂടെ ഇവിടേക്ക് സ്റ്റുഡിയോയിലേക്ക് വരാം. നമ്മൾ പ്രത്യേക സ്റ്റുഡിയോ ഈ കലോത്സവ പ്രധാന വേദിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്റ്റുഡിയോയിൽ നിന്ന് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള 5 രാപ്പകലുകൾ, നമ്മൾ രാത്രി പറയാതിരിക്കാൻ വയ്യ, രാത്രിയാണ് ഹൈലൈറ്റ്. ആ ലൈറ്റും കലോത്സവത്തിൻ്റെ മേളകളും ഒക്കെ വരുമ്പം നമ്മളെല്ലാവരും ഒരു കലോത്സവത്തിൻ്റെ മൈൻഡിലേക്ക് മാറിക്കഴിഞ്ഞു. ആ ഒരു വൈബ് നിങ്ങൾ പ്രേക്ഷകരിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടി സകല സംവിധാനങ്ങളും നമ്മൾ ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. നമ്മളോടൊപ്പം തന്നെ കൈരളി ഓൺലൈൻ ടീമും ഉണ്ട്. കൈരളി ന്യൂസിനോടൊപ്പം തന്നെ ഓൺലൈൻ ടീമും അവരും സജ്ജമായി കഴിഞ്ഞു. അത്തരത്തിലാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കലയുടെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രേക്ഷകരിലേക്ക് നമുക്ക് ആ വിവരങ്ങൾ എത്തിക്കണമല്ലോ. നമ്മുടെ സജ്ജീകരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവിധ ക്രമീകരണങ്ങളുമായി കഴിഞ്ഞു, തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കൈരളി ടീം. ഇനി ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇത്തവണത്തെ സ്റ്റേജുകൾക്ക് നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന് നിള എന്ന പേര് കൊടുത്തിരിക്കുന്നു. MT വാസുദേവൻ നായരുടെ ആദരസൂചകമായിട്ട് അങ്ങനെയാണ് ഇത്തവണ ഉള്ളത്. മറ്റ് സ്റ്റേജുകളൊക്കെ എവിടെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതോടൊപ്പം ഇത്തവണ പല പ്രത്യേകതകളുമുണ്ട്. ആ പ്രത്യേകതകളൊക്കെ അറിയണം, അത് പ്രേക്ഷകരോട് പറയണം.
തീർച്ചയായും വലിയ പ്രത്യേകതകൾ തന്നെയാണ് ഇത്തവണത്തെ കലോത്സവത്തിനുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഏതായാലും അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ വിനിഷ പറഞ്ഞു, ഈ പ്രധാന വേദി എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ്. ആ സെൻട്രൽ സ്റ്റേഡിയത്തിന് ഒരു പേരുണ്ട്. അത് പ്രത്യേകിച്ചും ഈ 2024 നമ്മൾ കടന്നുപോയ 2024 അവസാനത്തിൽ നമുക്കുണ്ടായ വലിയ നഷ്ടം, അത് MTയുടെ നഷ്ടമാണ്. ആ യുഗപ്രതിഭയുടെ ഓർമ്മയിൽ ഈ പ്രധാന വേദിക്ക് MT നിള എന്നുള്ളൊരു പേരാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു ആദരവ് നൽകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അതിനൊരു പ്രത്യേക ഇടപെടൽ കൂടി നടത്തിയിരുന്നു. കാരണം ആദ്യം തന്നെ എല്ലാ വേദികളുടെയും പേര് നിശ്ചയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു മാറ്റം വേണം ഈ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശാഠ്യം തന്നെയായിരുന്നു. ആ രീതിയിലാണ് ഈ പ്രധാന വേദിയുടെ പേരിൽ ഒരു മാറ്റമുണ്ടായത്. ഏതായാലും അതിനുശേഷം ഇന്നത്തെ ഇനി ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ വിനിഷയും പങ്കുവയ്ക്കുന്നതായിരിക്കും. അതായത് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ജില്ലയുടെ അതിർത്തിയിൽ നമ്മുടെ വിജിൻ തയ്യാറായി നിൽപ്പുണ്ട്. അവിടെ നടക്കാൻ പോകുന്നത് സ്വർണ്ണക്കപ്പ് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച സ്വർണ്ണക്കപ്പാണ് അത്. കണ്ണൂരിലായിരുന്നു കഴിഞ്ഞ തവണത്തെ കലോത്സവ വിജയികൾ കണ്ണൂർ ജില്ലയിലായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വഴി ഇതാ തിരുവനന്തപുരത്തേക്ക് ഓരോ ജില്ലകളും കവർ ചെയ്ത് ഓരോ സ്കൂളുകളിലും പ്രദർശനത്തിന് വെച്ച ശേഷമാണ് ഈ സ്വർണ്ണക്കപ്പ് ഇന്ന് രാവിലെ തിരുവനന്തപുരം ജില്ലാതിർത്തിയെ തട്ടത്തുമല അല്ലെ, തട്ടത്തുമലയ്ക്ക് തൊട്ടപ്പുറത്ത് വാഴോട് വെച്ചിട്ടാണ് സ്വീകരണം. അവിടെയാണ് ജില്ലയിലേക്ക് പ്രവേശിക്കുക. ഔദ്യോഗിക സ്വീകരണം തട്ടത്തുമല. അതായത് നിങ്ങൾ 5 ദിവസം സ്വീകരിച്ച് ഇവിടെ വെച്ചോളൂ, അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മലബാറിലേക്ക് കൊണ്ടുപോയിന്നല്ലേ? അത് നമ്മൾ ആലോചിക്കാം. മലബാറിലേക്ക് ഇത്തവണ വിടണോ എന്നുള്ളത് നമ്മൾ ഏതായാലും ആലോചിക്കാം. കാരണം വാശിയേറെ മത്സരമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഏതായാലും തിരുവനന്തപുരം ഉൾപ്പെടെ കച്ചകെട്ടി രംഗത്തുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 249 ഇനങ്ങളിലായിട്ടാണ് ഈ ഒരു മത്സരങ്ങൾ പ്രധാനമായിട്ട് സ്റ്റേജ് മത്സരങ്ങളും സ്റ്റേജ് ഇതര മത്സരങ്ങളും കൂടെയാണ് 249 മത്സരങ്ങളാണ്. 25 വേദികൾ. 25 വേദികൾക്കും നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ നദികളുടെ പേരാണ് അതിൽ പ്രധാനം ഒന്നാം വേദിയായ നീള തന്നെയാണ്. പ്രത്യേകിച്ചും MT വാസുദേവൻ നായരുടെ വേർപാടിന്റെ ഒരു സങ്കടത്തിലൊക്കെ നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനുള്ള ഒരു ആദരവ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഷീജ നേരത്തെ അത് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. മന്ത്രി അത്തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പേര് മാറ്റം അവസാന സമയത്ത് നിള നദി എന്ന പേര് പ്രധാന വേദിക്കായി വരുന്നത്. ശരിക്കും MT വാസുദേവൻ നായർ പോലുള്ള ആളുകളെ പലതരത്തിൽ ഓർക്കപ്പെടുന്ന കലോത്സവങ്ങളിൽ സ്ഥിരമായിട്ട് ഇത്തരം എഴുത്തുകാരെ ആയാലും സാഹിത്യ പ്രവർത്തകരെ ആയാലും സ്ഥിരമായിട്ട് നമ്മൾ ഓർക്കാറുണ്ട്. MT വാസുദേവൻ നായരുടെ ഈ ഒരു വേർപാടിൻ്റെ അവസ്ഥയിൽ കൂടി അദ്ദേഹത്തെ നമ്മൾ ഓർക്കുകയാണ്. ആ ഒരു ഓർമ്മ കലോത്സവത്തിൽ ഒട്ടാകെ എനിക്ക് തോന്നുന്നു. ഇനി നോക്കൂ, മോണോക്ട് ആയാലും നാടോടി നൃത്തമായാലും എന്തായാലും ഇവരെയൊക്കെയുള്ള അവരുടെ കലാസൃഷ്ടികളുടെ ഭാവനകൾ തീർച്ചയായും നമ്മളുടെ കുട്ടികൾ സ്റ്റേജുകളിൽ തന്നെ കൊണ്ടുവരുമെന്ന്. അതെ വിനിഷ, ശ്രീജ, നിങ്ങൾ നിൽക്കുന്നതിന്റെ പുറകിൽ എന്തോ പുകയാണോ അതോ മഞ്ഞാണോ? നിങ്ങൾ പാചകപ്പുരയുടെ അടുത്താണോ നിൽക്കുന്നത്? ഇന്ന് വൈകിട്ട് മുതൽ ഭക്ഷണമൊക്കെ വിതരണം ചെയ്തു തുടങ്ങുന്നുണ്ട്. അല്ല, അത് ഞാൻ നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു. അതായത് നമ്മളൊരു ഫോഗ് എഫക്റ്റിലൊക്കെ ലൈവ് കൊടുക്കുന്നത് പോലെ ഒരു ഫീല് ഉണ്ടാവണമെന്ന്. അപ്പോൾ പക്ഷേ ഇവർ ഫോഗിങ്ങിന് ഇവിടെ രാവിലെ തന്നെ ഫോഗിങ് ഏർപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇവിടെ. അതായിരുന്നു ഈ ഒരു എഫക്റ്റിന് കാരണമെന്ന് പറയുന്നത്. അത് നമുക്ക് ഈ നമ്മുടെ ക്യാമറമാൻ പ്രമോദ് പന്നിയോട് വിഷ്വൽസ് ആ രീതിയിൽ കാണിച്ചു തരുമ്പോൾ അവിടെ ഫോഗിങ് കൃത്യമായ രീതിയിൽ എല്ലാ വിധത്തിലുള്ള സുരക്ഷയും ഒരുക്കുന്നു എന്നതിനൊപ്പം തന്നെ ആരോഗ്യ സുരക്ഷ കൂടി ഒരുക്കുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈവിനൊരു ഫോഗ് എഫക്റ്റ് കൂടി ആയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഫോഗിങ് അതിന് സഹായിച്ചിട്ടുണ്ട്. മഞ്ഞുകാലമാണല്ലോ, മഞ്ഞുമാസമാണല്ലോ, വിന്റർ സീസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കും ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മഞ്ഞിന്റെ എഫക്റ്റ് നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ വൈവിധ്യമാർന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും നമുക്ക് നമ്മുടെ കലോത്സവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഷീജ, വിനിഷ, എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ, എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ, എവിടെ വരെ എത്തി എന്നതൊക്കെ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്.